ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽപ്പെട്ട കരുവാറ്റ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കാരപൂട്ട് പ്രദേശം അത്യധികം വിനോദസഞ്ചാര സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ആയതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നതിന് കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മനു, വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെ സംഘം ഈ പ്രദേശം സന്ദർശിച്ചു. പമ്പയുടെ കൈവഴികളും അച്ഛൻ കോവിലാറിൻ്റെ കൈവഴികളും അതിരിടുന്ന ഒരു ദ്വീപ് പോലെയുള്ള ഈ പ്രദേശം അതിമനോഹരമാണ്. പാടങ്ങളും മത്സ്യകൃഷി നടത്തുന്ന കുളങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും ആയി കണ്ണിന് കുളിർമ നൽകുന്ന ഈ പ്രദേശം റെയിൽവേ പാളം അതിരിടുകയും ചെയ്യും. മത്സ്യബന്ധനത്തിനും മറ്റു കാര്യങ്ങളിൽ കൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. ഈഴാങ്കേരി നടുവിലെ പറമ്പിൽ തോമസ് മാത്യുവിൻ്റെ വസതിയോട് പറയുന്നത് അത്യധികം മനോഹരവും ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധം ആയിരക്കണക്കിന് പക്ഷികൾ ചേക്കേറുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഇതര പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ ഈ പ്രദേശം സന്ദർശിച്ചാൽ ആയിരക്കണക്കിന് പക്ഷികൾ ഇവിടുത്തെ വൃക്ഷത്തലപ്പുകളിൽ ചേക്കേറിയിരിക്കുന്നതായി കാണാം. എവിടെയും പക്ഷികളുടെ കളകൂജന ശബ്ദം മാത്രം കേൾക്കാൻ കഴിയും. സെൻറ്റ് ജോസഫ് ചർച്ചടക്കം മനോഹരിയായ പള്ളിയും മറ്റുമുള്ള ഈ പ്രദേശത്ത് വിനോദസഞ്ചാര സാധ്യത വളരെയധികം വർദ്ധിച്ചു വരുന്നു. വൈകുന്നേരങ്ങളിൽ പ്രഖ്യാതമായ പക്ഷി സങ്കേതങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പക്ഷികളെ കരുവാറ്റ, ഈഴാങ്കേരി, കൊറ്റില്ലത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കരുവാറ്റയുടെ വിനോദസഞ്ചാര മേഖലയിൽ പ്രകടമായ മാറ്റം വരുത്താൻ കഴിയുന്ന, നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭൂമികയാണ് ഈഴാങ്കേരി നടുവിലപ്പറമ്പിൽ കൊറ്റില്ലം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻപ് ഈ കൊറ്റില്ലമായി ഇതിനെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനോട് ചേർന്നാണ് പ്രഖ്യാതമായ കരുവാറ്റ വള്ളംകളിയും നടക്കുന്നത്. ഈഴാങ്കേരി മുതലുള്ള വിശാലമായ പാടശേഖരങ്ങളിൽ നടക്കുന്ന കൃഷി പച്ചപ്പിൻ്റെ ഹരിതാഭയുടെ അതിമനോഹരമായ ഒരു സുഖം മനുഷ്യ മനസ്സുകൾക്ക് പകർന്നു നൽകുന്നു. ആനന്ദകരമായ അനുഭവത്തിന് അതിൻ്റെ വ്യാപാര സാധ്യതകളും വിനോദസഞ്ചാര സാധ്യതകളും മനസ്സിലാക്കി പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് പഞ്ചായത്ത് ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ കരുവാറ്റ കൊറ്റില്ലം എത്രയേറെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. ദേശീയപാതയിൽ കരുവാറ്റ വഴിയമ്പലത്തിൽ നിന്നും വടക്കോട്ട് 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് കുറിച്ചിക്കൽ കടവിലെത്തിയാൽ അവിടെ നിന്നും ജലമാർഗം ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയും. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന 4 ചിറ പാലത്തിൻ്റെ പൂർത്തീകരണത്തോടുകൂടി റോഡ് മാർഗവും ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. കുറിച്ചിക്കൽ കടവിൽ നിന്നും സെൻറ്റ് ജോസഫ് പള്ളിയുടെ കടവിലേക്ക് ഇറങ്ങി ആറ്റുബണ്ടിലൂടെ നടന്ന് അതിമനോഹരിയായ ഈ ഭൂമികയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ ഉൾത്തുടിപ്പും ഗ്രാമീണ ജീവിതത്തിൻ്റെ ജൈവികതയും നേരിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികളെ അത്യധികം ആകർഷിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവാറ്റയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ കൊറ്റില്ലം ഒരു വലിയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കും.